പവിത്രൻ 2 എന്റെ പൊന്നു മക്കളെ കിടിലോസ്കി സാധനം. എന്ത് കഥയാണ് ഇത്! അടിപൊളി. സീസൺ 1-നെക്കാളും അടിപൊളി എന്ന് തന്നെയാണ് കാണുന്ന പ്രേക്ഷകർ മുഴുവൻ പറയുന്നത്. നമ്മുടെ വേദ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. വേദയുടെ പിന്നാലെ ഗുണ്ടകൾ, നമ്മുടെ സ്വന്തം സഹോദരനായ ശ്രീകാന്ത് അയച്ച ഗുണ്ടകൾ വേദയ്ക്ക് അവിടെ വെച്ച് പുതുതായിട്ട് കിട്ടുന്ന ഒരു ഫാമിലിയുമായിട്ടുള്ള പരിചയം, അവരുടെ കഥ വലിയ രീതിയിൽ കാണിക്കാൻ ഇനിയിപ്പോ വേദ മിക്കവാറും അവരുടെ ഫാമിലിയുടെ കൂടെ പോകുവോടെ. കാരണം ഇത് കണ്ടുവരുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ്. സത്യം, ഞാൻ സീസൺ 1 കണ്ടിട്ടില്ല, പക്ഷെ സീസൺ 2 ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടു തുടങ്ങിയത്. അടിപൊളി. ഈ 3 എപ്പിസോഡ് കണ്ടപ്പോ ഞാൻ തന്നെ അയ്യോ, ഞാൻ ഇത്രയും ഈ സീസൺ 1 മിസ്സാക്കിയല്ലോ എന്ന് തോന്നിപ്പോവും. കിടിലോസ്കി കിടിലൻ കഥാമുഹൂർത്തങ്ങളാണ്. എന്താണ് എപ്പിസോഡ് 3-ൽ, അതായത് ജൂലൈ 15-ാം തീയതിയിലെ നാളത്തെ ടിവിയിൽ വരൂല, ഇത് ഹോട്ട്സ്റ്റാറിൽ മാത്രമേ ഉള്ളൂ. എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂളൻ മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് എന്തുവാണ്, നമ്മുടെ രാധികയുടെ അമ്മായിയമ്മ എന്ത് ചെയ്യാണ്, ഡോക്ടർ റൂമിൽ വരുമ്പോഴത്തേക്കും ആ റിപ്പോർട്ടൊക്കെ കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയാൻ ICU ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കാൻ പറയുന്നു. നേരെ എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ വേദയുടെ അടുത്ത് വരുവാണ്. വേദ ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ വേദയുടെ കണ്ണൊക്കെ ഒന്ന് നോക്കുന്നു, ഒന്ന് പൾസൊക്കെ ചെക്ക് ചെയ്യുന്നു. ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല, ഞാനൊരു ടോണിക്ക് കൂടി തരാം കേട്ടോ. പിന്നെ വേദ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, വേദയുടെ കൂട്ടിന് ആരും ഇല്ലേ? അത് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ജോലി തിരക്ക് കാരണം അവള് പോയി എന്ന് പറയാ. അല്ല, ചെക്കപ്പിലൊക്കെ വന്നോന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അല്ല, വേദയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ? അപ്പോഴത്തേക്കും പെട്ടെന്ന് കൂടെ നിൽക്കുന്ന നമ്മുടെ ആരോടെ ചാടിക്കയറി പറഞ്ഞു, അയ്യോ ഇവരുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്, വിദേശത്താണ്, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? അപ്പൊ വേറെ ആരും ഇല്ലേ? വീട്ടുകാരും അയ്യോ എന്റെ പൊന്നു ഡോക്ടറെ, ഇവർ രണ്ടുപേരുടെയും കൂടെ പ്രേമ വിവാഹമായിരുന്നു, വീട്ടുകാരൊന്നും അത്ര ഓക്കെ ഒന്നും ആയിരുന്നില്ല, ഉടക്കി പിരിഞ്ഞതാണ്. അപ്പൊ പിന്നെ നേരത്തെ ഒറ്റയ്ക്ക് അങ്ങ് പെറ്റങ്ങ് തകർക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ വേദ. എല്ലാ പ്രശ്നവും ശരിയാവുന്നേ എന്നിങ്ങനെ അരുണ ഒരു വായാടിയെ പോലെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വേദ പറഞ്ഞ അതെ തലയാട്ടുവാണ്. അപ്പൊ നമ്മുടെ ഡോക്ടർ പറയുവാണ്, എന്നാലും വീട്ടിൽ പറയാറുന്നില്ലേ, അത് വീട്ടിൽ മൊത്തം പ്രശ്നമാണ് ഡോക്ടറെ എന്ന് നമ്മുടെ അരുണയാണ് മറുപടി പറയുന്നത്. എന്നിട്ട് പറയാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞ എല്ലാം ശരിയാവും, കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഓടിയെത്തും, അച്ഛന്മാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കുഞ്ഞുങ്ങളെടുത്ത്, നമുക്ക് കുഞ്ഞാവുമ്പോൾ നമ്മുടെ അച്ഛനായിരിക്കും ഓടി വരിക. കാരണം പെണ്ണിനെ ആണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും മുട്ടുമടക്കുകയൊക്കെ ചെയ്യുന്ന പ്രസവത്തിന്റെ മുന്നിലാണ്. ശരിക്കും അതൊക്കെ കേട്ടപ്പോണ്ടല്ലോ ഭയങ്കര നമുക്ക് അറ്റാച്ച്ഡ് ആവുന്ന അല്ലെങ്കിൽ കണക്റ്റഡ് ആകുന്ന കുറെ ഡയലോഗ്സ് ആണ് ഇന്ന് പവിത്രത്തിലൂടെ അവർ പറഞ്ഞത്. നല്ല രസമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ശരിയാണ് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ഡോക്ടർ പറയാണ് എല്ലാരും ശരിയാ, എല്ലാരും വരും, എല്ലാരും എല്ലാ പിണക്കവും മറന്നിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ്. അപ്പൊ വേദ വയറിൽ തടവിക്കൊണ്ട് കുഞ്ഞിനോട് പറയാണ്, നീ ഇപ്പൊ കേട്ടതൊന്നും ശരിയല്ല, കാരണം നിനക്ക് എല്ലാവരും ഉണ്ട്, നിന്റെ മുത്തശ്ശിയും എല്ലാവരും ഉണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പൊരുതിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിന്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ എത്തിപ്പോയി, പക്ഷെ എല്ലാം തിരിച്ചു പിടിച്ച് എല്ലാം നമ്മൾ ശരിയാക്കിയിരിക്കും എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛനാണ്. വേദയുടെ അച്ഛൻ വക്കീൽ കോട്ടൊക്കെ ഇട്ട് കാറിലൂടെ പോവാണ്. വേദ അവസാനം വിക്രത്തിന്റെ കൂടെ വന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അച്ഛാ, എല്ലാം ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു കാര്യം ആലോചിക്കാൻ നമ്മുടെ വേദയുടെ അച്ഛൻ. ഇതേ സമയം നമ്മുടെ വേദയുടെ മുറച്ചിറക്കനായിട്ടുള്ള നമ്മുടെ ദർശനം, അതുപോലെ സഹോദരനായിട്ടുള്ള ശ്രീകാന്തും കൂടെ വക്കീൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് എന്തായാലും ഡൽഹിയിൽ പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കാണ് ദർശൻ. അപ്പം അത് ഞാൻ തീരുമാനിച്ചു. ആ വീഡിയോയിൽ അവിടെ പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പാണോ? ആ ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ അവളെ പ്രസവിക്കാറായിട്ടുണ്ടാവും. ആരും അറിയരുത് ഈ കാര്യം, നീയും അല്ലാതെ അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ആരും അറിയരുത്. അവള് വിക്രത്തിന്റെ കുഞ്ഞിനെയും പ്രസവിച്ച് അവസാനം കമ്പനി ക്ലെയിം ആവുന്ന സമയത്ത് വരാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. അവള് നമ്മുടെയൊക്കെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. സമയമാകുമ്പോൾ പ്രത്യക്ഷപ്പെടാം എന്നിങ്ങനെ പറയാണ് ആര്, നമ്മുടെ ശ്രീകാന്ത്. എന്നിട്ട് പറയാ, അവന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കി, ഞാനും അങ്കിളും കൂടി ഇത്രയും നാള് പട പൊരുത്തിയത് അതിന് വേണ്ടിയിട്ടല്ല, അവളുടെ കയ്യിൽ നിന്ന് അത് എഴുതി വാങ്ങിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദർശൻ പറയാണ്, എനിക്കിതിന് ഒട്ടും താല്പര്യമില്ല ഈ പറയുന്ന കച്ചവടത്തിൽ കൂട്ടി നിൽക്കാം, പക്ഷേ വേദ എന്നെ പലപ്പോഴായിട്ട് അവഗണിച്ചപ്പോൾ അവളുടെ കൂടെ നിന്നവനാണ് ഞാൻ, പിറകെ വീണ്ടും പൊയ്ക്കൊണ്ടിരുന്നവനാണ് ഞാൻ. പക്ഷെ എന്റെ അച്ഛനെ തന്നെ അവളുടെ ഭർത്താവ് കൊല്ലാൻ ശ്രമിച്ചു, അത് ഞാൻ സഹിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ആ റീൽ നിനക്ക് അയച്ചു തന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ശ്രീകാന്ത് പറയാണ്, എവിടെ ആയിരുന്നാലും അവളെ ഞാൻ കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വരും, ആ കുഞ്ഞ് പിറക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, അവളുടെ അങ്കിൾ ആണല്ലോ നിന്റെ അച്ഛൻ,
അപ്പം അവളുടെ ഒരു ബന്ധു എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുത്തുകൂടായിരുന്നോ നിന്റെ അച്ഛന്? എന്നിട്ട് അവളുടെ ഭർത്താവ് കൊന്നു അല്ലേ? നീ കംസന്റെ കഥ കേട്ടിട്ടുണ്ടോ? എന്താണ്, കൃഷ്ണന്റെ അമ്മ പ്രസവിച്ച 8ാമത്തെ കുഞ്ഞാണ് കംസന് കൊല്ലേണ്ടതായിട്ട് കാത്തിരുന്നത്. പക്ഷെ എനിക്ക് ആദ്യത്തെ കുഞ്ഞ് തന്നെ എന്റെ ശത്രുവായിട്ട് വന്നിരിക്കുകയാണ്, അത് ഞാൻ കൊന്നിരിക്കും, ഇല്ലെങ്കിൽ ഞാനത് വിക്രത്തിന് കൊടുക്കുന്ന ഔദാര്യമായിരിക്കും, ഞാനത് കൊടുക്കില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദർശൻ പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് വേണ്ടേ, നിങ്ങളുടെ അച്ഛൻ വരുന്നു, ജഡ്ജി വേഷം അഴിച്ചിട്ട് വക്കീലായി മാറി നിങ്ങളുടെ അച്ഛൻ വരുവാണ് മോളെ രക്ഷിക്കാൻ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. അപ്പൊ ശ്രീകാന്ത് കാണുവാണ്, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ, ഞാനും നിങ്ങളുടെ ചോര തന്നെയാണ്, അറിയാമോ നിങ്ങൾക്ക് എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും വക്കീല് നമ്മുടെ വേദയുടെ അച്ഛൻ പറയുവാണ്, ആ ശുദ്ധി നിന്റെ സ്വഭാവത്തിലില്ല എന്ന് പറയാ. അപ്പോഴത്തേക്കും ശുദ്ധി ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുടെ സ്വന്തം അളിയനെ തന്നെ കൊന്നിട്ടുള്ള മരുമോനെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും വേദയുടെ അച്ഛൻ പറയാണ്, വിക്രം ഇപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തെളിയിക്കട്ടെ, ഇനി അഥവാ അവൻ ചെയ്തെങ്കിൽ അത് അബദ്ധത്തിൽ പറ്റിയതായിരിക്കും, അറിഞ്ഞുകൊണ്ട് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ദർശൻ പറയാണ്, ഇല്ല, കോടതിയിൽ നിന്ന് അങ്ങനെ അവനെ ഈസി ആയിട്ട് ഇറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാനും ഉണ്ടാവും പ്രോസിക്യൂഷൻ ഭാഗത്ത്, ഇറക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ദർശയ്ക്ക് ഒരു കേസിന്റെ കോൾ വന്ന് ദർശ അവിടെ നിന്ന് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അച്ഛൻ ശ്രീകാന്തിനെ ചോദിക്കുന്നത്, എടാ നീയോ തൊലഞ്ഞു, നീ അവനെയും കൂടെ കൊണ്ടു നടന്ന് തൊലച്ചല്ലേ? അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറയണം, ഞാൻ അവനെ എന്റെ കൂടെ നടത്തി തൊലച്ചതല്ല, അവനക്ക് സംഭവം എല്ലാം മനസ്സിലാക്കിയോ സത്യത്തിന്റെ കൂടെ കൂടിയതാ, പിന്നെ നിങ്ങളുടെ മരുമോൻ ജയിലിൽ നിന്ന് എന്തായാലും ഇറങ്ങത്തില്ല, കാരണം ആ കാര്യമെല്ലാം ദർശ നോക്കിക്കോളും. പക്ഷെ എനിക്ക് അതിനു മുന്നേ കുറച്ച് കാര്യം ചെയ്യാനുണ്ട്, ഒളിച്ചു പോയ ചിലരെ കണ്ടുപിടിക്കാറുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വക്കീല് അച്ഛൻ പറയുവാണ്, നീ അവള് ഒളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, നീ ഓർത്തോ, എന്തോ നിനക്ക് വേണ്ടി അവള് കരുതി വെക്കുന്നുണ്ടെന്നാണ് അതിന് അർത്ഥം എന്ന് പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയണ, അതൊക്കെ എനിക്കറിയാം, എന്തോ ഒരുപാട് സർപ്രൈസുകളുമായിട്ട് തിരിച്ചു വരാനിരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് പറയാം, ഞാൻ വരുന്നുണ്ട് പടിക്കൽ വീട്ടിൽ ഒരിക്കൽ കൂടി, നിങ്ങളുടെ മോളെ കൊണ്ടായിരിക്കും ഞാനന്ന് അങ്ങോട്ട് വരുന്നത്, പക്ഷെ ഒന്നുകിൽ അന്ന് ജീവനോടെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ മരിച്ച് ഫ്രീസറിലാക്കിയിട്ടായാലും കൊണ്ടുവരും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാട്ടി അവന്റെ കാരണം പുളക്ക ഒരെണ്ണം തന്ത കൊടുക്കുമെന്ന്, പക്ഷെ അങ്ങേര് കൊടുത്തില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ വേദയാണ്. വേദ ഇങ്ങനെ മാഗസിനൊക്കെ വായിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും ഗുണ്ടകൾ, ഇതേസമയം ഹോസ്പിറ്റലുകൾ മുഴുവൻ തപ്പി നടക്കുകയാണ് വേദയെ. ഇതേ സമയം നമ്മുടെ പോലീസായിട്ടുള്ള, എന്താണ് പോലീസിന്റെ പേര്, തരുണും ഭാര്യ രാധിക സ്ട്രക്ചറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മുടെ വേദ കിടക്കുന്ന റൂമിന് തൊട്ടപ്പുറത്തെ റൂമിലോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾ കാണുന്നു, ഗുണ്ടകൾ വേദയെ തിരക്കി ആ ഹോസ്പിറ്റലിൽ എത്തുന്നു. ഇതുവഴി വരുമ്പോഴാണ് നമ്മുടെ ഈ പോലീസിനെ കാണുന്നത്. ഇവന്മാരെല്ലാം നൊട്ടോറിയസ് ക്രിമിനൽസ് ആണ്. ഇവന്മാർ അവിടെ നിന്ന് പയ്യെ ഒളിച്ചു മാറുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വേദ കിടക്കുന്ന റൂമിന്റെ തൊട്ടപ്പുറത്ത് ഒരു കർട്ടനായിട്ടാണ് മറച്ചിരിക്കുന്ന ഡബിൾ ട്വിൻ റൂം ആണല്ലോ. അപ്പൊ അവിടെ കൊണ്ടുവന്ന് രാധികയെ കിടത്തുകയാണ്. പെട്ടെന്ന് കൊണ്ടുവരുന്ന കണ്ടിട്ട് നമ്മുടെ വേദ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ തരുൺ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. ബോധം ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ട് നമ്മുടെ രാധികയ്ക്ക്. ഓക്കെ അല്ലേ നീ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് ഫോണിൽ ബെല്ലടിക്കുന്നു തരുൺ ഫോൺ സൈലന്റ് ആക്കുന്നു. അപ്പൊ വേദ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന തരുൺ കാണണം. അപ്പൊ തരുൺ പെട്ടെന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ കട്ടൻ വലിച്ചങ്ങ് ഇടുവാണ്. അപ്പൊ വേദ അയ്യോ എന്നുള്ള ലെവലിൽ വേദയും അങ്ങ് മാറുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഫോണിൽ കോൾ വരുമ്പോൾ നമ്മുടെ തരുണിന്റെ അമ്മ പറയുന്നത്, നീ കോൾ എടുക്കുക എന്ന് പറഞ്ഞ് കോൾ എടുത്തിട്ട് എനിക്കൊരു അർജന്റ് ഉണ്ട്, പുറത്ത് പോകണമായിരുന്നു, അപ്പൊ നീ പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വേദ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുവാണ്, വയറെന്ന് തടവിക്കൊണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരാളെ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ശുശ്രൂഷിക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ ഭർത്താവ് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ഇതൊക്കെ ആലോചിച്ച് വേദ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വീട്ടിലിരുന്ന് കുടിച്ച് മറയുവാണ്. അപ്പൊ ശ്രീകാന്തിന്റെ പരിചയത്തിലുള്ള ഒരു പോലീസ് അങ്ങോട്ട് വരുവാണ്. താൻ എത്തിയോടോ, വാ എന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കുവാണ്. അങ്ങനെ അയാൾ അവിടെ വന്നിട്ട്, ഞാൻ പറഞ്ഞത് നടക്കുവോ, അവനെ ജയിലിൽ വെച്ച് കൊല്ലാൻ പറ്റുമോ? അത് സാർ, ഒരു ഗുണ്ട നാളെ പരോള് കഴിഞ്ഞ് തിരിച്ച് കയറുന്നുണ്ട്, മർമാണി ബൈജു, സാറിന് അറിയാലോ ആളെ? എനിക്കറിയാം, മറ്റേ അയാളെ ചെയ്ത ആളല്ലേ, അവനെ വിളിക്ക്, പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയാണ്. അങ്ങനെ അയാളെ വിളിച്ചകത്ത് എടുത്തിട്ട് കൊല്ലാം, പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ, മറ്റേ ജയിലർ അവന്റെ ആളാണ്, അപ്പം അതൊന്നും പറ്റാതെ ഒന്ന് നൈസായിട്ട് അങ്ങ് തീർത്തോണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ, പറഞ്ഞ ജോലി പറഞ്ഞ കാശ് കൊടുത്തിരുന്നാ മതി എന്ന് പറയാണ് ആര്, നമ്മുടെ ഗുണ്ട. എന്നിട്ട് ഗുണ്ട അവിടെ നിന്ന് പോകുന്നു. പിന്നീട് എന്ത് ചെയ്യാണ്, നമ്മുടെ വേദ കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ റൂമിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ രാധികയുടെ അമ്മായിയമ്മ ഇരുന്ന് ആപ്പിൾ മുറിക്കുകയാണ്. എന്നിട്ട് നേരെ വേദന എടുത്തിട്ട്, മോളെ ഇത് കഴിക്കും. എനിക്ക് വേണ്ട അമ്മേ, മോളിത് കഴിക്കും, മോക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് മുറിച്ചത്. അപ്പൊ വേദ പെട്ടെന്ന് വാങ്ങിച്ച് കഴിക്കുകയാണ്. എന്താണ് രാധികയുടെ കേസ്, എന്തായി? ഒന്നും പറയണ്ട മോളെ, കുഞ്ഞിനിപ്പോ പ്രശ്നമൊന്നും ഇല്ലെന്നാ പറയുന്നത്, പക്ഷെ അവളുടെ കാര്യത്തിൽ കഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോവും, ചിലപ്പോ അല്ലറി വിളിക്കും, ചിലപ്പോ ഏങ്ങിക്കരയും. അപ്പൊ എത്ര തട്ടി വിളിച്ചാലും എഴുന്നേക്കത്തില്ല. അപ്പോ പേടിച്ചിട്ട് വിളിക്കും ചില സമയം. ചോര കണ്ടു കഴിഞ്ഞാൽ ബോധം പോകും. ഇവളെ കല്യാണം കഴിച്ചോണ്ട് വന്ന ദിവസം തന്നെ ഒരു പല്ലിയുടെ വാല് കിടന്ന് മുറിഞ്ഞ് ആടുന്നത് കണ്ടിട്ട് കരഞ്ഞ് വിളിച്ചവളാ ഇവള്.
എന്റെ തരുൺ അതുപോലെയല്ല, സ്ട്രോങ് ആണ്. പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ അവൻ സ്ട്രോങ് ആണ്. വീട്ടിൽ അവനൊരു മിണ്ടാപ്പൂസിയാണ്. പക്ഷെ രാധികയ്ക്ക് അവന്റെ രീതികൾ ഒട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. കാരണം പോലീസും ഇങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ അതെല്ലാം ഓക്കെയാണ്. 2 ദിവസം മുന്നേ മാളിൽ പോയപ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വേദി എടുത്ത് പറയുകയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് അവളിതെല്ലാം കണ്ട് തല കറങ്ങി വീണി അവസ്ഥയിലായത് എന്ന് പറയാം. പിന്നെ തരുൺ ജനിക്കുന്ന സമയത്ത് ഞാൻ ആസാമിലാണ്. അവന്റെ അച്ഛനും പോലീസ് തന്നെയായിരുന്നു, ധൈര്യശാലി. ജോലിയുടെ ഭാരം ഒന്നും വീട്ടിൽ കൊണ്ടുവരാത്ത ആളാണ് എന്റെ മോൻ തരുൺ. പിന്നെ തരുണിന്റെ അച്ഛൻ എന്നെ ഒരു പ്രത്യേക ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് അവർ ആർമിയിലായിരുന്നു, അപ്പം അതിന്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എന്നെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോയതാണ്. 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതല്ല, ഞാൻ പ്രസവിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. എന്നോട് ആരും പറഞ്ഞില്ല, പറയരുതെന്ന് പറഞ്ഞിരുന്നു തരുണിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നേ? എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും. അതുകൊണ്ട് തന്നെ മരിച്ച എന്റെ ആ കൈക്കുഞ്ഞിന്റെ കയ്യിൽ കൊള്ളി പിടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ഭാര്യയായി ഞാൻ അയാളെ ചിതയ്ക്ക് ചിത കൊളുത്തിയത്. കാരണം അതുവരെ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തരുണിന്റെ അച്ഛൻ എന്നിങ്ങനെ പറയാണ്. അപ്പം അങ്ങനെയൊന്നും കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഒത്തിരി പ്രശ്നങ്ങൾ ഇനിയും മോളുടെ മുന്നിലും വരും. അപ്പൊ എനിക്കിവിടെ മോളെ കണ്ടപ്പോ എന്നെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. മോള് തളരരുത് എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് ഞെട്ടലോടെ നമ്മുടെ രാധിക അമ്മേ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഓടി എന്ത് ചെയ്തു, നമ്മുടെ വേദയെന്ന് നമ്മുടെ രാധികയുടെ അമ്മായിയമ്മ അങ്ങോട്ട് പോവാണ്. അപ്പോഴത്തേക്കും വിക്രത്തിന്റെ അമ്മ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ നമ്മുടെ വേദയ്ക്ക് തോന്നുന്നു. ഇപ്പൊ ഇവര് പറഞ്ഞിട്ട് പോയത് ശരിയാണ് മോളെ, ഇനിയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, നീ തളരരുത് എന്നിങ്ങനെ പറയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് കിടുക്കനായിരിക്കും. അതിന്റെ റിവ്യൂ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.